സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും ബാലൻസ് ഷീറ്റും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചില പർട്ടിക്കുലർ ഐറ്റംസിനെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കറന്റ് ഇയറിലെ എമൗണ്ട് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഏത് വർഷത്തേക്കാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ വർഷത്തെ എമൗണ്ട് മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരുള്ളൂ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ കറന്റ് ഇയറിലെ എമൗണ്ട് മാത്രമല്ല ഉണ്ടാവുക, കഴിഞ്ഞ വർഷത്തെ ഉണ്ടെങ്കിലും ഈ വർഷത്തെ ഉണ്ടെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേർതിരിച്ച് കൃത്യമായിട്ടുള്ള ഈ പർട്ടിക്കുലർ ഇയറിലെ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഐറ്റം, സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ വരിസംഖ്യ, ഈ സബ്സ്ക്രിപ്ഷൻ കിട്ടിയതാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റെസിപ്റ്റ്സിൽ നമ്മൾ കാണിക്കുക. പക്ഷെ അവിടെ ഒരു വിഷയം എന്താ വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ കിട്ടാനുള്ളത് ഈ വർഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതും അതിനകത്ത് ഉണ്ടാവും. അടുത്ത വർഷത്തേക്ക് ചിലപ്പോൾ അഡ്വാൻസ് ആയിട്ട് ആരെങ്കിലും സബ്സ്ക്രിപ്ഷൻ തരും, അപ്പൊ അതും അതിനകത്ത് ഉണ്ടാവും. അപ്പൊ ഇത്തരത്തില് അഡ്വാൻസ് കിട്ടിയതും അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് കിട്ടിയതും ഒക്കെ അതിനകത്തുണ്ടാകും. അതൊക്കെ ഒഴിവാക്കി കറന്റ് ഇയറിലെ എമൗണ്ട് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒന്നുകൂടി സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് സാധാരണ പബ്ലിക് എക്സാമിന് 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമുക്ക് ഓരോ ഐറ്റംസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്ന് സബ്സ്ക്രിപ്ഷൻ അതേപോലെ തന്നെ എക്സ്പെൻസ് ഐറ്റംസിന്റെ ഒക്കെ കൂടെ ഓപ്പണിംഗിലെയും ക്ലോസിംഗിലെയും ഔട്ട്സ്റ്റാൻഡിങ്ങും അതേപോലെ തന്നെ അഡ്വാൻസും ഒക്കെ വരികയാണെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ 5 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തായാലും വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ക്ലാസ് കേൾക്കാം. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിച്ച് നോക്കാം എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ആസ് പെർ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് ഓൺ March 31, 2017, the subscription received were rupees 2,50,000. Additional information given in as follows. First one, subscription outstanding on 1st April 2016 rupees 50,000. Subscription outstanding on 31st March 2017 35,000. Subscription received in advance on 1st April 2016 25,000. Subscription received in advance as on 31st March 2017 30,000. Ascertain the amount of income from the subscription for the year 2016-17 and show how relevant items subscription appear in opening closing balance sheet. നമുക്കൊരു സ്ഥാപനത്തിൻ്റെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഇനത്തിൽ 2016-2017 വർഷത്തിലേക്കുള്ള എമൗണ്ട് തന്നിട്ടുണ്ട് 2,50,000. അതിന് കൂടെ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ പറയുന്നുണ്ട്. ആ വർഷം തുടങ്ങുമ്പോൾ തന്നെ സബ്സ്ക്രിപ്ഷൻ ഓപ്പണിങ്ങിൽ എന്തുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് 50,000. അതേപോലെ തന്നെ ക്ലോസിങ്ങിലും ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് 35,000. അതേപോലെ തന്നെ ഓപ്പണിങ്ങിൽ അഡ്വാൻസ് ഉണ്ട് 25,000. ക്ലോസിങ്ങിലും അഡ്വാൻസ് ഉണ്ട് 30,000. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളോട് കറക്റ്റ് ആ വർഷം എത്ര രൂപ വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഓപ്പണിങ്ങിലും ക്ലോസിങ്ങിലുമുള്ള ഔട്ട്സ്റ്റാൻഡിങ്ങും അഡ്വാൻസും നോക്കിയിട്ട് കറൻറ്റ് ഇയറിലെ എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ വർഷവുമായി ബന്ധപ്പെട്ട എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അതേപോലെ തന്നെ അടുത്ത വർഷവുമായി ബന്ധപ്പെട്ട എമൗണ്ടുകൾ ഉണ്ടെങ്കിൽ അതും ഒഴിവാക്കണം. ഈ വർഷം എടുക്കാത്ത എമൗണ്ടുകൾ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും വേണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോർമലി ഇതുപോലുള്ള ഒരു ഐറ്റത്തിന് മുകളിൽ ഇൻകം ആവാം അല്ലെങ്കിൽ എക്സ്പെൻസ് ആവാം, റെസിപ്റ്റ്സ് ആവാം അല്ലെങ്കിൽ പേയ്മെന്റ് ആവാം. അപ്പോൾ ഏത് ഐറ്റം ആണെങ്കിലും അതിന് കൂടെ കോമൺ ആയിട്ട് തരുന്നത് ഓപ്പണിങ്ങിലെ ഔട്ട്സ്റ്റാൻഡിങ്, ഓപ്പണിങ്ങിലെ അഡ്വാൻസ്, ക്ലോസിങ്ങിലെ ഔട്ട്സ്റ്റാൻഡിങ്, ക്ലോസിങ്ങിലെ അഡ്വാൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യം കറന്റ് ഇയറിലെ എമൗണ്ട് മാത്രമാണ്. അപ്പോൾ കറന്റ് ഇയറിലെ എമൗണ്ട് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് നോക്കിയപ്പോൾ ഓപ്പണിങ്ങിലെ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ നമ്മൾ കറന്റ് ഇയർ, ഇതിപ്പോൾ 2020 കറന്റ് ഇയർ. അപ്പോൾ ഈ വർഷം തുടങ്ങുന്നത് ജനുവരിയിലാണ്. ജനുവരിയിൽ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ അക്കൗണ്ട്സ് ബുക്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അത് 2019 കിട്ടാനുള്ളതാണ്.
പറഞ്ഞു മനസ്സിലാണല്ലോ. ഓപ്പണിംഗിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞത് 2019 എമൗണ്ട് ആണ്. അപ്പൊ അതിനെ നമ്മൾ ഒഴിവാക്കണം. കഴിഞ്ഞ വർഷത്തെയാണ് നമ്മൾ അതിന് എന്ത് ചെയ്യണം, ഒഴിവാക്കണം. ഓക്കെ ആണല്ലോ. ഇനി 2020 ക്ലോസിംഗില് ഡിസംബറിൽ 2020 ഡിസംബറിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ അത് ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. 2020 കിട്ടാനുള്ള പൈസയാണ്. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം, ഈ വർഷത്തെ നമ്മൾ കൂട്ടണം, കഴിഞ്ഞ വർഷത്തെയും അടുത്ത വർഷത്തെയും നമ്മൾ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ സോ ഈ വർഷത്തെ ക്ലോസിംഗിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇതാണല്ലോ. ഇനി അതേപോലെ തന്നെ അഡ്വാൻസിന്റെ കേസ് ഓപ്പണിംഗിൽ അഡ്വാൻസ് ഉണ്ടെങ്കിൽ, ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ജനുവരിയിൽ 2020 ജനുവരിയിൽ നമുക്ക് എന്തുണ്ട്, അഡ്വാൻസ് ഉണ്ട്. 2020 ജനുവരിയിൽ നമുക്ക് എന്തുണ്ട്, അഡ്വാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ അഡ്വാൻസ് ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, 2020 അഡ്വാൻസ്, 2020 ജനുവരിയിൽ അഡ്വാൻസ് ഉണ്ടെങ്കിൽ 2019 കിട്ടിയ അഡ്വാൻസ് ആണ്. ഈ 2019 അഡ്വാൻസ് എവിടെയൊക്കെ കിട്ടുക, നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള അഡ്വാൻസ് കൊടുക്കുക. അടുത്ത വർഷത്തേക്കുള്ള അഡ്വാൻസ് എന്ന് പറയുമ്പോൾ 2019 കിട്ടിയ അഡ്വാൻസ് ശരിക്കും ഏത് വർഷത്തേക്കുള്ളതാണ്, 2020 പറഞ്ഞു മനസ്സിലാവട്ടല്ലോ. അഡ്വാൻസ് എപ്പോഴും നമ്മൾ മുൻകൂട്ടിയല്ലേ കൊടുക്കുക. സോ 2019 നമുക്ക് കിട്ടിയ അഡ്വാൻസ് എന്ന് പറയുന്നത് 2020 അതേപോലെ തന്നെ 2020 ക്ലോസിംഗിൽ അഡ്വാൻസ് ഉണ്ടെങ്കിൽ, 2020 ക്ലോസിംഗിൽ അഡ്വാൻസ് ഉണ്ടെങ്കിൽ അത് എവിടേക്കുള്ളതാണ്, 2021 അടുത്ത വർഷത്തേക്കുള്ളതാണ്. അപ്പൊ അതിനെ നമ്മൾ ഒഴിവാക്കണം. ഇവിടെ ശ്രദ്ധിക്കണം, ഇത്രേ ഉള്ളൂ. ഓപ്പണിംഗിലെ ഔട്ട്സ്റ്റാൻഡിങ്ങിനെ നമ്മൾ ഒഴിവാക്കുക, ക്ലോസിംഗിലെ അഡ്വാൻസിനെ നമ്മൾ ഒഴിവാക്കുക. ഓപ്പണിംഗിലെ ഔട്ട്സ്റ്റാൻഡിങ് ഒഴിവാക്കുക, ക്ലോസിംഗിലെ അഡ്വാൻസ് നമ്മൾ ഒഴിവാക്കുക. ഓപ്പണിംഗ്, ഔട്ട്സ്റ്റാൻഡിങ്, ക്ലോസിംഗ്, അഡ്വാൻസ്. then അതേപോലെ തന്നെ ഓപ്പണിംഗിലെ അഡ്വാൻസ് നമ്മൾ ആഡ് ചെയ്യുക, ക്ലോസിംഗിലെ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ആഡ് ചെയ്യുക. ക്ലോസിംഗിൽ ഔട്ട്സ്റ്റാൻഡിങ്ങും ഓപ്പണിംഗിൽ അഡ്വാൻസ് നമ്മൾ ആഡ് ചെയ്യുക. ഓപ്പണിംഗിൽ ഔട്ട്സ്റ്റാൻഡിങ്ങും ക്ലോസിംഗിൽ അഡ്വാൻസും നമ്മൾ എന്ത് ചെയ്യാം, ഒഴിവാക്കുക. ഇതാണല്ലോ പറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുക. കഴിഞ്ഞ വർഷം നമ്മൾ ബാങ്ക് റീകൺസി സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരച്ച പോലെ ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുക. അതിനകത്ത് നമ്മൾ ആഡ് ചെയ്യാനുള്ളതൊക്കെ ആഡ് ചെയ്യുക, ലെസ് ചെയ്യാനുള്ളത് ലെസ് ചെയ്യുക. അപ്പൊ നമുക്കത് ചെയ്തു നോക്കാം. ഇതുപോലെ സിമ്പിൾ ആയിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുക. ആ സ്റ്റേറ്റ്മെന്റ് വരച്ച ശേഷം നമ്മൾ ആദ്യം ആ വർഷം നമുക്ക് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഇനത്തിൽ വന്ന മൊത്തം എമൗണ്ട്, സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഇനത്തിൽ വന്ന മൊത്തം എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ കാണിക്കാം. ഓക്കെ ആണല്ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടിയത് എത്രയാണ്, 2,50,000. അപ്പൊ നമ്മൾ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ എന്ന് പറഞ്ഞിട്ട് 2,50,000 കാണിക്കാം. Subscription received during the year 2,50,000. 2,50,000. 2,50,000 നമ്മൾ കാണിക്കാം. അതിനുശേഷം നമുക്ക് ആഡ് ചെയ്യാനുള്ള രണ്ട് നമ്മൾ താഴെ ആഡ് ചെയ്യും. ആഡ് ചെയ്യാനുള്ള രണ്ട് നമ്മൾ ആഡ് ചെയ്യാം. എന്തൊക്കെയാണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്? ഒന്ന് നമ്മൾ പറഞ്ഞ ആഡ് ചെയ്യാനുള്ളത് ഓപ്പണിംഗിലുള്ള അഡ്വാൻസും അതേപോലെ തന്നെ ക്ലോസിംഗിൽ ഔട്ട്സ്റ്റാൻഡിങ്ങും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ക്ലോസിംഗും ഓപ്പണിംഗും നോക്കുക എന്നുള്ളതാണ്. അപ്പൊ ക്ലോസിംഗ് ഓപ്പണിംഗ് നിങ്ങൾ നോക്കുമ്പോൾ ഇയർ വൈസ് ചിലപ്പോൾ നമുക്ക് മാർച്ചും ഏപ്രിലായിരിക്കും. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ മാർച്ചും ഏപ്രിലാണ് തന്നിട്ടുള്ളത്. സോ അപ്പൊ നമ്മൾ മാർച്ച് ക്ലോസിംഗും ഏപ്രിലിൽ നമ്മൾ ഓപ്പണിംഗും ആയിരിക്കും. ഇതിലാണല്ലോ പറഞ്ഞത്. അപ്പൊ ഇവിടെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 31,4,17 ആണെന്ന്. ക്ലോസിംഗിൽ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ അത് ആദ്യം ആഡ് ചെയ്യും. ഔട്ട്സ്റ്റാൻഡിങ് 31,3,17. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 31,3,17. എത്രയാണ് എമൗണ്ട്? 35,000. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യണം, ഓപ്പണിംഗിലുള്ള അഡ്വാൻസ്. ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ 1,4,16 ആണ്. ഓപ്പണിംഗിലെ അഡ്വാൻസ്, സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് 1,4,16. ഓപ്പണിംഗിലെ സബ്സ്ക്രിപ്ഷൻ എത്രയാണ്? 25,000. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യാം. മൂന്നും കൂടെ നമ്മൾ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2,50,000 പ്ലസ് 35,000 25,000 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ
3,10,000 3,10,000 3,10,000. അതിനുശേഷം നമ്മൾ ലെസ് ചെയ്യാനുള്ള രണ്ട് ഐറ്റംസ് ലെസ് ചെയ്യാൻ എന്തൊക്കെയാണുള്ളത്? ലെസ് ചെയ്യാൻ എന്തൊക്കെയാണുള്ളത്? നമുക്ക് ഓപ്പണിംഗില് ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ലെസ് ചെയ്യണം. ഓപ്പണിംഗിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ലെസ് ചെയ്യണം. അതേപോലെ തന്നെ ക്ലോസിംഗിൽ അഡ്വാൻസ് നമ്മൾ ലെസ് ചെയ്യണം. ഓപ്പണിംഗിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് 1,4,16. ഓപ്പണിംഗിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എത്രയാണ്? 50,000. അതേപോലെ തന്നെ ക്ലോസിംഗിൽ അഡ്വാൻസ് അഡ്വാൻസ് 31,3,17 ക്ലോസിംഗിൽ അഡ്വാൻസ് 30,000. എത്ര കിട്ടും നമുക്ക്? കുറച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇത് രണ്ടും നമ്മൾ ഈ ടോട്ടലിൽ കുറയ്ക്കും. മുകളിലല്ല, ഇപ്പൊ നമ്മൾ ടോട്ടൽ ഇതിൽ 3,10,000 അതിൽ ഇത് രണ്ടും കുറയ്ക്കുക. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ 50, 30, 80 കുറയ്ക്കുക. 3,10,000 3,10,000 80 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2,30,000 കിട്ടും. ശരിക്കും ഇതാണ് എന്താ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ ഈ വർഷം കാണിക്കുന്ന സബ്സ്ക്രിപ്ഷൻ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ കറന്റ് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 2,30,000. അപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ഐറ്റം, ഇത് വേജസ് വരാം, സാലറി വരാം, റെന്റ് വരാം, ഏത് ഐറ്റംസ് വരാം. പക്ഷെ ഇതെല്ലാം ഒരേപോലെ തന്നെ ഐറ്റംസിന്റെ പേര് മാറുന്നേ ഉള്ളൂ. അപ്പോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകവും അതേപോലെ തന്നെ എക്സ്പെൻസും കറക്റ്റ് എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന രീതിയാണിത്. ഇവിടെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ വെച്ചിട്ടാണ് പറഞ്ഞത്. ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുന്ന ഇൻകം സബ്സ്ക്രിപ്ഷൻ എത്രയാണ്? 2,30,000 അപ്പൊ നമ്മളതിന് നേരെ എഴുതാം സബ്സ്ക്രിപ്ഷൻ credited in income and expenditure account. സബ്സ്ക്രിപ്ഷൻ ക്രെഡിറ്റഡ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ ലാസ്റ്റ് എമൗണ്ടിന്റെ നേരെ കാണിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം ചെയ്യാൻ. വളരെ സിമ്പിൾ ആയിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്തായാലും 1-2 ഉദാഹരണങ്ങൾ കൂടെ തരാം, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ സബ്സ്ക്രിപ്ഷൻ എങ്ങനെയാണ് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഇതേപോലെ തന്നെ നമുക്കിനി സ്റ്റോക്ക് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ചില ഐറ്റംസ് ഉണ്ടാവും. സ്പോർട്സ് മെറ്റീരിയൽ അല്ലെങ്കിൽ മെഡിസിൻ, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസിന് നമ്മൾ സ്റ്റോക്ക് ആയിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന്റെ എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഇതേപോലെ നമുക്ക് ചെറിയൊരു പ്രോബ്ലം ആയിട്ട് ചെയ്യാനുണ്ട്. അത് നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ എന്തായാലും അതുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.